ഹലോ, സവിത ഗിരീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പാൽപുട്ടാണ്. പാൽപുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പാലൊന്നും ചേർത്തിട്ടല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്, അതേപോലെ ക്യാരറ്റ്, തേങ്ങ, അതുപോലെ തന്നെ നമ്മൾ കാഷ്യൂനട്ടൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. നമുക്കിതിന് ഒരു കറികളും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതെങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് കണ്ടാലോ. ഞാനിത് ഒരു 250 ml ഒരു കപ്പിൽ ഒരൊറ്റ കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാൻ ഇത് വാങ്ങിയ പൊടിയാണ്. ഇതിന് പകരം നമ്മൾ ഒരു ഗ്ലാസ്സിന് അളന്നെടുത്താലും മതി. നമ്മളതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ അരിപ്പൊടി അളന്നെടുത്തത് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ കറക്റ്റ് അളവ് എത്രയാണോ എടുത്തത് അതേപോലെ തന്നെ നമ്മൾ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഓരോ അരിപ്പൊടിക്കും വെള്ളം ഒരേപോലെ ആയിരിക്കും. അപ്പം നമ്മൾ ഇതിന് ശേഷം വേണമെങ്കിൽ പിന്നീട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമുക്കിതിന് ആവശ്യമായിട്ട് ഉള്ള ക്യാരറ്റ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതേപോലെ ഒരു ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇതേപോലെ നൈസാക്കി അരിഞ്ഞെടുക്കുക. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ആകെ 1 കപ്പ് അരിയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ക്യാരറ്റൊന്നും ഫുള്ളായിട്ട് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പം ഞാനിതിൻ്റെ പകുതിയോളം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ക്യാരറ്റ് നമുക്ക് ഇതിന് ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് വേണം. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഈ പുട്ട് കഴിക്കുമ്പം ഈ കാഷ്യൂനട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമ്മളൊന്ന് 2 ഭാഗം ഒന്ന് പൊളിച്ചതിന് ശേഷം ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ. മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഏകദേശം റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. അത് നമുക്ക് പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പുട്ടിനൊക്കെ തേങ്ങ എടുക്കുമ്പം എപ്പോഴും അപ്പം പൊട്ടിച്ച് നല്ല ഫ്രഷ് തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. അപ്പം ഞാനിവിടെ 10 രൂപയുടെ പാക്കറ്റില്ല, മൂല്യേൻ്റെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കത് എത്ര ആവശ്യം വരുമെന്ന് അറിയില്ല. നമുക്കത് നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ 2 പാക്കറ്റ്, ഒരു പാക്കറ്റ് എന്തായാലും പോരാ. അപ്പോൾ നമുക്ക് 2 പാക്കറ്റ് കയ്യിലുണ്ടാവണം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഒന്നൊന്ന് വെന്ത് കിട്ടണം. കാരണം നമ്മൾ പുട്ട് ആവി കയറ്റുമ്പം അരിപ്പൊടി പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടും. പക്ഷേ ക്യാരറ്റ് അപ്പോൾ ഒരു പച്ചച്ചൊവ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് സമയം നമ്മളത് വഴറ്റി വേവിച്ചെടുക്കുകയൊന്നും വേണ്ട. കാരണം കുറച്ച് ആവി കൊള്ളുമ്പോൾ എന്തായാലും ബാക്കിയുള്ളതൊന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ നേരത്തെ തേങ്ങ 4 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. 4 ടേബിൾ സ്പൂൺ അല്ല, 2 ടേബിൾ സ്പൂണാണ്. 4 ടീസ്പൂണാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നമുക്കതിലേക്ക് ആ കാഷ്യൂനട്ടും കൂടി ഒന്നിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ എല്ലാം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മൾ പുട്ടുപൊടി നേരത്തെ വെള്ളം ഒഴിച്ച് വെച്ചത് കറക്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ കറക്റ്റ് പരുവത്തിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തത്. എത്രയാണോ നമ്മൾ പൊടി എടുക്കുന്നത് അതേ അളവ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, നല്ല ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് വെള്ളമായി പോയാൽ നമ്മൾ പാൽപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കട്ട കുത്തി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ എത്രയാണോ പുട്ടുണ്ടാക്കുന്നത് അതനുസരിച്ച് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തുകൊണ്ടാണ് ഈ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. പഞ്ചസാര എന്തായാലും കുട്ടികൾക്കൊക്കെ കഴിക്കാനാണെങ്കിൽ എന്തായാലും കുറച്ച് മധുരം വേണം. അപ്പം നമ്മൾ എന്തായാലും പഞ്ചസാര ഒഴിവാക്കാൻ പറ്റില്ല അതിൽ. കാരണം മധുരം ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ ക്യാരറ്റും തേങ്ങയും കാഷ്യൂനട്ടൊക്കെ ഉള്ള മിക്സിയിലെ അത് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ, കഴിക്കാൻ അതിലേറെ ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് എല്ലാ ഭാഗത്തേക്കും നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പാൽപ്പൊടി 1 പാക്കറ്റ് അതിൽ നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. 1 പാക്കറ്റ് മൊത്തം ഇട്ടതിന് ശേഷം ഞാൻ ബാക്കിയുള്ള 2 പാക്കറ്റാണ് എടുത്തിരുന്നത്. അതിൻ്റെ ഒരു ½ പാക്കറ്റേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ഒരുപാട് പാൽപ്പൊടി ആയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ പെട്ടെന്ന് കട്ട കുത്തിപ്പോവും. ഇത് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കാം നമുക്ക് അരിപ്പൊടി. ഒട്ടും കട്ട കുത്താതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്.
സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ പൊടി ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരവും നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യം കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആ നാളികേരം കുറച്ച് ചിരകി മാറ്റി വയ്ക്കാം. അപ്പം നമ്മളിവിടെ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ആവി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം പുട്ടിൽ ആവി കയറ്റാനുള്ള പരിപാടി ആരംഭിക്കാം. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആദ്യം കുറച്ച് തേങ്ങ, പിന്നെ നമ്മുടെ ഈ പുട്ടുപൊടി മിക്സ്, അതിന് ശേഷം കുറച്ച് തേങ്ങ, പിന്നെ പുട്ടുപൊടി മിക്സ്, അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഫസ്റ്റ് ഒരു കുറ്റി പുട്ട് ഞാൻ 2 കഷ്ണമാക്കിയിട്ടാട്ടോ റെഡിയാക്കിയത്. രണ്ടാമത്തത് ഞാൻ ഒരു 3 കഷ്ണമാക്കി. നമുക്ക് ഈ 1 കപ്പ് അരിപ്പൊടി കൊണ്ട് 2 കുറ്റി പുട്ടുണ്ടാക്കാം കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും ഈ 2 കുറ്റി പുട്ട് മതി. ഞങ്ങളാകെ ഇവിടെ ഇപ്പോൾ 2 ആളേ ഉള്ളൂ. അതുകൊണ്ട് ആളുകളുള്ളതനുസരിച്ച് എന്തായാലും ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്ത് ഉണ്ടാക്കിയാൽ മതിയേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്നാക്സുകൾ, അതുപോലെ മുട്ടായികൾ ഒക്കെ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. എല്ലാവരും ഒന്ന് പോയി നോക്കണം. ഇതാ ഫസ്റ്റത്തെ ഒരു കുറ്റി പുട്ട് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും. ഇതാ 2 മിനിറ്റ് ആയപ്പോൾ തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. എനിക്കെപ്പോഴും ഇങ്ങനെയാണ്, ഒരു കമ്പി കൊണ്ട് കുത്തിയാൽ പകുതി വരെ വരുള്ളൂ. അതിനുശേഷം ആ കമ്പി വേറെ വഴിക്ക് പോവും, ചില്ലിൻ്റെ ഓട്ടയിൽ കൂടെയൊക്കെ കയറി പോകും കേട്ടോ. ഇതിലേറെ നല്ലത് നമ്മുടെ സാധാരണ പുട്ടും കുടവും കുറ്റിയാണ്. നമ്മുടെ ഒന്നാമത്തവനെ നമ്മൾ ഉന്തി തള്ളിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതൊന്നും കൂടി ചെയ്യാനുള്ള പൊടി ഇരിപ്പുണ്ട്. നമുക്കതും കൂടി ഒന്ന് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. നമ്മൾ രണ്ടാമത്തവനെയും കൂടി വേവിക്കാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. രണ്ടാമത്തവൻ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഞങ്ങൾ എന്തായാലും ഇത് കഴിക്കാനുള്ള പരിപാടി ആരംഭിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വളരെ എളുപ്പം ചെയ്തെടുക്കാം, നമുക്ക് കറികളൊന്നും ഇല്ലാതെ കഴിക്കാം. അപ്പോൾ പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബായ്.